ഈ കമ്മ്യൂണിസം എന്താണെന്ന് ഈ നാട്ടുകാർ ഒന്നുകൂടി പഠിക്കണം. ഇത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സമയത്ത് ആ, ഈ ഈ ഭരണം വന്നതിന് ശേഷമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറിയത്. ഓക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നവനെ ചേർത്ത് നിന്നതാണ് കമ്മ്യൂണിസം. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസം അങ്ങനെയല്ല. ഇന്നത്തെ കമ്മ്യൂണിസം അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങനെയല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. അവർ അടുത്ത് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുകയല്ല ചെയ്യുന്നത്, ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്താം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുക, അല്ലാത്തവരെ തള്ളി നീക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു പോക്കങ്ങോട്ട്. അല്ല, ഈ വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും ബഡ്ജറ്റ് കൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക്, കേരളത്തിന് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നമുക്ക് ഈ കണ്ടുവരുന്ന കാര്യമാണല്ലോ അത്. അപ്പം ഈ വർഷത്തെ ബഡ്ജറ്റും അതേപോലെ തന്നെയാണ്. ചില കഴിഞ്ഞ വർഷത്തിൻ്റെ റിപ്പീറ്റേഷൻ മാത്രം വന്നിട്ട് വേറെ പുതിയതായിട്ട് യാതൊരു മാനദണ്ഡങ്ങൾ പാലിക്കുക, നമുക്ക് പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ യാതൊരു രീതിയിൽ ഒരു ഉപകാരം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. ചില പ്രോജക്റ്റുകൾ പഴയത് തന്നെ പിന്നെയും പൊടി തട്ടി എടുത്തു വെച്ച് പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന മാത്രമേ ചെയ്യുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പ്രോജക്റ്റിനെയും അതിനെയും ക്ലബ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ലാതെ നമ്മുടെ കേരള സർക്കാർ ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ഇപ്പം തന്നെ ചെയ്യുന്നില്ല. അത് തീർത്ത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ബഡ്ജറ്റല്ല, കഴിഞ്ഞ ബഡ്ജറ്റായി നമുക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കിയാൽ ഞാൻ ഒരു ഡിഗ്രി ഹോൾഡറാണ്. ഞങ്ങൾക്ക് എത്ര ജോലിയുണ്ട് ഇവിടെ, ഈ കേരളത്തിൽ എത്ര ജോലിയുണ്ട്. നമ്മളൊരു കടയിൽ ഇപ്പോൾ ഒരു ജോലിക്കൊക്കെയാണ്. ഇതേപോലത്തെ എത്ര യുവാക്കൾ, പഠിച്ചിറങ്ങിയ എത്ര യുവാക്കൾ ഇന്ന് പുറത്തേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കൊടുക്കുമെന്ന്. എവിടെ ആ ജോലി എവിടെ എത്തി ഇന്ന്? അതൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കണേ. ഓരോ ബഡ്ജറ്റുകളും കഴിയും, അടുത്ത വർഷം പുതിയ ബഡ്ജറ്റ് വരും. പക്ഷേ എത്രത്തോളം പറഞ്ഞ ബഡ്ജറ്റുകളിൽ നിന്നുള്ള എത്രത്തോളം പ്രവൃത്തികൾ നടന്നു എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഓരോ ബഡ്ജറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്രത്തോളം നടന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് വിഴിഞ്ഞമായതുകൊണ്ട് വിഴിഞ്ഞത്തിന് കുറച്ച് പ്രോജക്റ്റുകളുണ്ട്. അതുകൊണ്ട് എത്രയോ വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ് അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ആർക്ക് പ്രയോജനം ഉണ്ടാവും? ഇന്നത്തെ ഈ സമൂഹത്തിലെ യുവാക്കൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന്. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഡിഗ്രി ഹോൾഡറാണ്. അപ്പോൾ എന്നിട്ടും ഇത്രയും ഒരു ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതൊരു മോശം തൊഴിലാണ് ഞാൻ പറയുന്നില്ല. ഇല്ലല്ല, പക്ഷേ ഒരു ചേട്ടൻ്റെ തൊഴിൽ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ ഒരു തൊഴിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കാം? ഈ സർക്കാർ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണോ? സർക്കാർ തൊഴിലവസരങ്ങൾ പുതിയത് ഉണ്ടാക്കണം. നമ്മൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർ തന്തവൈബ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന പോലെ നമുക്ക് ഈ ഓരോ ജോലികൾക്കും ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ജോലികൾ സൃഷ്ടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ, തസ്തികകൾ സൃഷ്ടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പഠിച്ചിറങ്ങുന്ന വർഷാവർഷം പുതിയ അപ്ഡേഷൻ ഉണ്ടാകുന്നതനുസരിച്ച് തന്നെ പുതിയ പുതിയ ജോലികൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഞാൻ പഠിച്ചിറങ്ങി 2021 പഠിച്ചിറങ്ങി എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇതൊന്നും മോശമായതല്ല. എല്ലാ തൊഴിലും നല്ല ജോലി എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എന്നെക്കാട്ടിലും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് എൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ചിറങ്ങിയവർ MA കഴിഞ്ഞു, PhD. അപ്പോൾ അവർക്കൊക്കെ എത്രത്തോളം നല്ല ജോലി, പഠിച്ച ജോലിക്കല്ല ആരും ഇന്ന് ജോലിക്ക് പോകുന്നത്. ഉറപ്പായിട്ട് സർക്കാരിന്റെ പരാജയം തന്നെയാണ്. നമുക്ക് ഒരാൾ പഠിക്കുന്നു എങ്കിൽ അയാൾക്ക് ആ പഠിക്കുന്നതിന് എളുപ്പമുള്ള തൊഴിൽ തന്നെ നൽകണം. അത് കഴിയാത്തത് സർക്കാരിന്റെ പരാജയം തന്നെയാണ്. പിന്നെ ഈ അനാവശ്യമായ വിദ്യാഭ്യാസ രീതികൾ, ഇപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ രീതികൾ, ഏതെങ്കിലും ഒരു കോഴ്സ് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയാമോ? അതാണ് ഇന്നത്തെ ടെക്നിക്കൽ കോഴ്സുകളൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു IT പഠിച്ചിറങ്ങുന്നവന് എവിടെ ജോലി കിട്ടുന്നു? ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്നവന് അവൻ എവിടെയാണ് ജോലിക്ക് പോകുന്നത്? പഠിച്ച ഫീൽഡിലാണ് ആർക്കും ജോലി കിട്ടുന്നത്? അല്ല, ഉറപ്പായിട്ടില്ല. BTech പഠിക്കുന്നവരൊക്കെ ഫുഡ് ഡെലിവറിക്കും അങ്ങനെ ഓരോ ജോലിക്കും പോവുകയാണ്. അപ്പോൾ പഠിച്ചിറങ്ങുന്നവർക്ക് ആർക്കും ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്നത്. ഈ യുവാക്കളെല്ലാം പുറത്തോട്ട് പോകാനുള്ള കാരണം എന്തായിരിക്കാം? ഇവിടെ തൊഴിലവസരം ഇല്ലാത്തതല്ലേ? ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഞാനും ഇപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ടെക്നിക്കൽ കോഴ്സ് പഠിച്ച് പുറത്തോട്ട് പോകാൻ വേണ്ടി നന്നായിട്ട് ആഗ്രഹിച്ച് പുറത്തോട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നമുക്ക് വളരെ കഷ്ടപ്പാടാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് ജീവിച്ചു പോകണം, നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നത്, നല്ലൊരു ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അസുഖങ്ങൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അസുഖങ്ങളില്ലാത്ത ആരുമില്ല. ഒരു കുടുംബത്തിന് അസുഖങ്ങളില്ലാത്ത ഒരു ഉറപ്പായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് തന്നെ നമുക്ക് ജീവിച്ചു പോകണം നല്ല സാമ്പത്തിക ചിലവാണ്. ഗവൺമെൻറ് ഇൻഷുറൻസ് തരുന്നുണ്ടെന്നെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അത് എവിടെ എത്ര ഫലത്തിലില്ല, അത് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഒരു ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GST നമ്മുടെ ഇൻഷുറൻസ്, ഏറ്റവും ഒരു പാവപ്പെട്ടതിന് ഏറ്റവും അത്യാവശ്യ കാരണമായ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അതിൽ പോലും 18% GST ഏർപ്പെടുത്തുകയാണ് എല്ലാ ഗവൺമെന്റും. ഇതിന്റെ ഒരു പങ്ക് ഈ കേരള ഗവൺമെന്റ് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ പാവപ്പെട്ടവർ എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞാണ് ഇവർ ജീവിക്കുന്നത്. നമ്മുടെ നമ്മുടെ ഈ സമൂഹത്തിലുള്ള പണക്കാർ എത്രത്തോളം GST പിടിക്കുന്നു, നമ്മൾ ഈ മധ്യവർഗവും ഏറ്റവും അടിക്കട്ടിക്കുന്നവരും എത്ര GST പിടിക്കുന്നു നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ അത് മനസ്സിലാവും.
അവരെ ഒന്നും പിടിക്കുന്നില്ല. നമ്മളെ എന്താണ് ഈ 95% വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇത്രയധികം GST പിഴിഞ്ഞ് ഈ ഗവൺമെന്റുകളുടെ എല്ലാം ഭരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മുടെ സർക്കാർ വാഹനങ്ങൾക്ക് പുതുക്കാനായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതേസമയം ഇവിടെ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ അടക്കം പല ക്ഷേമ പെൻഷനുകളും കൊടുക്കാൻ പെൻഡിങ് ആണ്. ഈ ഒരു പദ്ധതികളെ പറ്റി എന്താ തോന്നുന്നത്? ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടാനുള്ള സ്ഥലത്ത് അതിൻ്റെ മറുവശത്തിൽ പുതിയ പുതിയ പദ്ധതികൾ അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ന്യൂസിൽ കണ്ടായിരുന്നു, ONV ഗ്രൂപ്പിൻ്റെ പ്രതിമയ്ക്ക് വേണ്ടി 5 കോടിയും, പക്ഷേ എത്രത്തോളം വികസനപ്പെടുന്നതിന് വേണ്ടി എത്ര കോടി കടയെത്തി നമുക്ക് ഒരു റോഡുകൾക്ക് വേണ്ടി ഇത്ര കോടി എന്ന് പറഞ്ഞ് വരുത്തുന്നു. അതേപോലെ നമുക്ക് ഈ പെൻഷൻ, മുൻ പെൻഷൻ കുടിശ്ശിക ഫെബ്രുവരി കൊടുക്കും, അല്ല DA കുടിശ്ശിക, ഇങ്ങനെയുള്ള ഓരോന്ന് പറഞ്ഞ് ഫെബ്രുവരി കൊടുക്കുമെന്ന് പറഞ്ഞു. എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ വരാൻ പോകുന്നു പറഞ്ഞു. ഇത് ഏത് കാലം നടപ്പിലാകുമെന്ന് താങ്കൾ കരുതുന്നു? ഉടൻ വരുമെന്ന് പറയുന്നതല്ലാതെ, അത് LDF സർക്കാരിന്റെ 2ാം ഭരണം തുടങ്ങിയ സമയത്ത് തന്നെ പറയാണ് തിരുവനന്തപുരത്ത് മെട്രോ വരുമെന്ന് പറയാണ്. പക്ഷെ എവിടത്തോളം എത്തിയെന്ന് എനിക്കറിയില്ല. ഇത് ഒരു കല്ല് പോലും, മഞ്ഞക്കുറ്റി കുറെ എടുത്ത് കൊണ്ടിട്ടേ അല്ലാതെ ഇവിടെ ഒരു കല്ല് പോലും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതേപോലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോ എത്രത്തോളം പ്രയോജനമുള്ള പാതയിലൂടെ കടന്നു വരുന്നത്. ആദ്യം കൊടുത്ത അലൈൻമെന്റല്ല ഇപ്പൊ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ വേറെ മാറ്റി അവർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മെട്രോയും റെയിൽ ഗതാഗതവും റെയിലായാലും എന്തായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെയ്യുന്നത് ഒരു തെറ്റുമില്ല. അത് ജനങ്ങൾ ഉപകാരപ്പെടുന്ന രീതി തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ അവരുടെ അലൈൻമെന്റുകൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇഷ്ടത്തിന് ചില പാർട്ടിക്കാരുടെ ചില ആവശ്യം വേണ്ടി മാത്രം മാറ്റിമറിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വികസനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വകുപ്പാണ് ധനകാര്യം. നമ്മുടെ ധനകാര്യ മന്ത്രി അതിന് പ്രാപ്തനാണെന്ന് തോന്നുന്നുണ്ടോ? ഈ ഇപ്പോഴത്തെ ഈ 2 ഗവൺമെന്റുകളുടെ ഭരണം കൊണ്ട് പറയുകയാണെങ്കിൽ മാസാമാസം കടം കയറി പോകുന്നതല്ലാതെ നമുക്കൊരു തിരിച്ചു വരവുണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു കണക്കെന്തോ കണ്ടെന്ന് വെച്ചാൽ 15,000 കോടി രൂപ നമുക്കിവിടെ ചെലവും, അത് 13,000 എന്നൊരു ഏകദേശം 3,000 കോടി അടക്കം കടം വാങ്ങിച്ചാണ് ഒരു മാസം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കടം വാങ്ങൽ ഒഴിവാക്കാനോ ഒരു നല്ലൊരു ധനകാര്യ മന്ത്രിയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഈ കടം വാങ്ങൽ ഒഴിവാക്കുന്ന രീതിയാണ് ചിന്തിക്കാനുള്ളത്. അല്ല നമ്മൾ എത്രത്തോളം കടം വാങ്ങിച്ച് മുന്നോട്ട് പോകും? വർഷാവർഷം കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലും നമ്മൾ എവിടെ ചെന്നിരിക്കും? ഈ പലിശ പിന്നെ സാധാരണക്കാരനല്ലേ വീതം വെച്ച് പോകുന്നത്? അത് ഉറപ്പായിട്ടും നമുക്ക് ഈ പെട്രോളിന്റെ എമൗണ്ട് കൂട്ടിയത് സെക്സ് ഏർപ്പെടുത്തി, അതേപോലെ എത്ര ഈ ഫണ്ട് ഇങ്ങനെ ഇനി ഇവർ പിരിച്ചു തന്നെ. ഇപ്പം നമ്മുടെ കിഫ്ബി റോഡുകളിൽ ട്രോൾ പിടിക്കാൻ പോകുന്നു. ആ ട്രോളെന്ന് തന്നെ അത് മാറ്റിയിട്ട് അവര് വേറെ പേരിലാണ് ഇനി വരാൻ പോകുന്നത്. വെച്ചാൽ ട്രോള് മേടിച്ചിട്ട് വേറൊരു പേരിലേക്ക് അത് മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ മാറ്റി ഓരോരോ രീതിയിൽ പാവപ്പെട്ടവൻ തന്നെ പിന്നെ പിഴിയാൻ പോയിക്കൊണ്ടിരുന്നേരം ഈ രാജ്യം കൊണ്ട് പോകും. ഈ നാട്ടിലുള്ള യുവാക്കൾ, എത്രത്തോളം യുവാക്കൾ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവർക്ക് ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നശിച്ച കാട്ടി കിടക്കുന്നതിനെക്കാട്ടിലും എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുകയാണ് പലരും. ഒരുപാട് പൈസ ജന്മനാട് ഏറ്റവും നമ്മുടെ മലയാളികളെ നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച പെറ്റമ്മതൻ ഭൂമി എന്നാണ് പറഞ്ഞു. ആ ഭൂമിയെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വിട്ടുപോകേണ്ട രീതിയാണ് ഇവിടുത്തെ ഓരോരോ ഗവൺമെന്റുകൾ കാരണം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ രാജ്യം വിട്ടും അല്ല ഈ നാട് വിട്ടും, നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. പക്ഷെ ഇത് എറിഞ്ഞിട്ട് നമുക്ക് വേറൊരു നാട്ടിൽ ചെന്ന് അടിമപ്പണി ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഈ അടിമപ്പണി തന്നെയാണ് വേറൊരു നാട്ടിൽ ചെന്ന് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് സാമ്പത്തികമുണ്ട്, വിലയുണ്ട്. ഗൾഫുകാരൻ എന്ന് പറയുമ്പോൾ ഇവിടെ നാട്ടിൽ വില കൂടുതലാണ്. പക്ഷേ ആ ഗൾഫുകാരനെക്കാട്ടിലും ഇവിടെ ശമ്പളം കിട്ടുന്ന പല ജോലികളുണ്ട്, പക്ഷെ അവർക്ക് വിലയില്ല. ഇത് സമൂഹത്തിന്റെ ഒരു മാറ്റമാണത്. ഇപ്പൊ ഈ ബഡ്ജറ്റിൽ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലോകക്ഷേമത്തിന് 2 കോടി, ട്രക്കിങ്ങിന് 5 കോടി, എല്ലാ ജംഗ്ഷനുകളിലും വൈഫൈക്ക് 15 കോടി. ഇതൊക്കെ സംഭവ്യമാകും എന്ന് തോന്നുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ബഡ്ജറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. ലോക സമാധാനത്തിന് വേണ്ടി ഒരു 2 കോടി രൂപ മാറ്റി വെച്ചൊരു ഓർമ്മയുണ്ട്. ഏത് ലോക സമാധാനത്തിനാണ് മാറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ ട്രക്കിങ് ഒക്കെ നമുക്ക് ആ ഒരു വണ്ടി ക്രൈസ് ഉള്ളവർക്കാണ് അത് പ്രയോജനം. പക്ഷെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് അവർക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് പോയിട്ട് വരാൻ കഴിയുന്നത് അതിന് അത്ര നല്ല കാര്യമാണ്. അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് ഉറപ്പാണ്, അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് ഇത് നടപ്പിലായി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നടപ്പിലായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് കുറച്ച് പേര് കൂടി ഈ ലോകം എക്സ്പ്ലോർ ചെയ്യും. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ടൂറിസം കുറച്ചുകൂടെ വികസിക്കും അത് ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ ഈ വൈഫൈയുടെ കേസ് മുക്കിന് എല്ലായിടത്തും വീടുകളിലും വൈഫൈ ഉണ്ട്. എല്ലാ ഫോണുകളിലും ആവശ്യമില്ലാത്ത കണക്കിന് GB കണക്കിന് നെറ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് വൈഫൈ എന്ന് എനിക്കറിയില്ല. 15 കോടിയാണ് അതെ, ഈ 15 കോടി രൂപ വേറെ വിദ്യാഭ്യാസ ലെവലിലേക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത്രത്തോളം ബെറ്റർ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പ് എത്തിയിട്ടില്ല. KSFE അതിന്റെ പേരിൽ തന്നെ അത് പെട്ട് കിടക്കേണ്ടവര്. എത്രത്തോളം അഴിമതികൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കി മനസ്സിലാവും നമുക്ക്.